ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ ദേവദാസൻ, ഇവിടെ ശുശ്രൂഷിക്കുന്ന ആദരണീയ ദേവദാസൻ പാസ്റ്റർ ബിജു ചെറിയാൻ പറഞ്ഞ എല്ലാ വാക്കുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നന്ദി വന്ദനം പറയുന്നു. സഹശുശ്രൂഷകന്മാർ, വർഷിപ്പ് ലീഡർ, വർഷിപ്പ് ടീം, ദൈവജനം എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ദൈവസഭയിലും കടന്നു വന്ന ദൈവവചനമായി നിൽപ്പാൻ കർത്താവിനെ സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആദിമസഭയിലെ പോലെയുള്ള ഒരു പരസ്പര സ്നേഹവും സഹകരണവും കൂട്ടായ്മയൊക്കെ ഉള്ള ഒരു സഭയായിട്ട് എനിക്കത് കേട്ടു. അത് കണ്ടറിയാനായിട്ട് ബർന്നബാസ് ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് പറയുന്നത് പോലെ ഇവിടെ കടന്നു വന്നിട്ട് ആരാധനയുടെ ഓരോ മിനിറ്റുകളും ശരിക്കും ആ ദൈവവചനത്തെ എന്താ പറയുന്നത്, ദൂതന്മാരുടെ സംഘത്തോടു കൂടെ ചേർന്ന് വാഴ്ത്തിയെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ ഒരു അനുഭവത്തിലൂടെ എനിക്കും കടന്നു പോകാൻ ഇടയായതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ പേര് സജിത എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം തൃശ്ശൂരാണ്. വിവാഹം കഴിഞ്ഞ് ഞാൻ കോട്ടയത്തേക്ക് വന്നു. എൻ്റെ മൂത്ത മോൻ ജസ്റ്റിൻ ഉണ്ടായതിന് ശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് BEd കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ സെക്കുലർ ഒരു ജോലിക്ക് വേണ്ടി വളരെയേറെ ആഗ്രഹിച്ച് ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മണക്കാലയിൽ അധ്യാപകനാണ്. അപ്പോൾ അവിടെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ആയതുകൊണ്ട് അവിടെ ഇംഗ്ലീഷും കൂടെ 3 സബ്ജക്റ്റ് കമ്പൽസറി ആയിട്ട് സെനറ്റ് പേപ്പേഴ്സ് ചെയ്യണമായിരുന്നു. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവിടെ ആരംഭിച്ചു. പക്ഷേ ആ ഇംഗ്ലീഷ് എല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മനസ്സിൽ, ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചത്, ആ ലിറ്ററേച്ചറിന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഷേക്സ്പിയറിൻ്റെയും ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെയും ഒക്കെ ഒരു ചിന്തകളൊക്കെ വന്നു. ഓരോരുത്തരുടെ കോട്ടൊക്കെ കാണുമ്പോൾ ഷേക്സ്പിയറിൻ്റെ കോട്ടിൻ്റെ ഓർമ്മയൊക്കെ എനിക്ക് വന്നു. അതൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ കോട്ട് ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സെമിനാരി സ്റ്റുഡൻസിന് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്താൽ ഇവർക്കൊരു പ്രയോജനം ഉള്ളൂ. ഞാൻ വലിയ ഇംഗ്ലീഷ് അതിൻ്റെ സിമിലിയും അല്ലെങ്കിൽ മെറ്റഫറും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഷെല്ലിയും ബേൺസിനെയൊക്കെ കോട്ട് ചെയ്ത് അവർക്കൊരു പ്രയോജനം ഇല്ല. അപ്പോൾ എപ്പോഴും ഐ ആം നോട്ട് ഫിറ്റ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. എൻ്റെ മോനെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞ സമയത്ത് ഞാനൊരു ഫാസ്റ്റിംഗ് പ്രയർ അറ്റൻഡ് ചെയ്തു. അവിടെയുള്ള വന്ന പ്രവാചകന്മാർ മുഴുവൻ എന്നോട് പറഞ്ഞു, അമ്മാമ്മയെക്കുറിച്ച് സെക്കുലർ ഒരു ജോലി എന്നുള്ള ദൈവം ചിന്തിക്കുന്നതേ ഇല്ല എന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതിയിലില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവം ഈ പ്രവാചകന്മാർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, എനിക്കൊരു സെക്കുലറായിട്ട് ജോലി വേണം എന്ന് ചിന്തിച്ച് ഞാനിങ്ങനെ ഒഴുക്കിനെതിരെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ചില ദർശനങ്ങളൊക്കെ കാണിച്ചു. ഞാൻ ആ സമയത്ത് ഭയങ്കര ഡെസ്പറേറ്റായി. അപ്പോൾ അവസാനം ഒരു ദേവദാസൻ പറഞ്ഞു, ഇന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് എത്ര സമയം പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് കരഞ്ഞ് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ പ്രവാചകന്മാരുടെ വാക്ക് കേട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങില്ല, കർത്താവിനോട് സംസാരിച്ചാൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങുവാണ്. ആ സമയത്ത് കർത്താവ് വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കണേന്നും പറഞ്ഞ് ഞാൻ ഏറെ നേരം പ്രാർത്ഥിച്ച് ദൈവവചനം തുറന്നപ്പോൾ എന്നോട് ഇടപെട്ട വാക്യം ഇതായിരുന്നു. കുരുട്ടുകണ്ണുകളെ, യെശയ്യാവ് 42:6-7, കുരുട്ടുകണ്ണുകളെ തുറക്കുവാനും അന്ധകാരത്തെ കാരാഗ്രഹം ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് വിടിയിപ്പാൻ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ആ വചനത്തിന് മുൻപാകെ ഞാൻ മനസ്സോടെ ദൈവത്തിന് സമർപ്പിച്ചു. അതും കഴിഞ്ഞും കുറേ സംശയങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു. അവസാനം ഞാൻ കുറച്ച് കണ്ടീഷൻസ് ദൈവസനിൽ വെച്ചു. ആ കണ്ടീഷനെല്ലാം കർത്താവ് ഫുൾഫിൽ ചെയ്തപ്പോൾ എനിക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ പറ്റാതെയായി. അങ്ങനെ ഞാൻ ആ കണ്ടീഷൻസ് എല്ലാം കർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ സുവിശേഷ വേല ചെയ്യാം. സുവിശേഷ വേല ചെയ്യാനായിട്ട് ഞാൻ കൊച്ചു മിനിസ്ട്രിയൊക്കെ ഇങ്ങനെ ഹൗസ് വിസിറ്റിംഗ് കൊച്ചു കൂട്ടായ്മയൊക്കെ ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സഹോദരി എന്നോട് ചോദിച്ചു, അവരെ ഇങ്ങനെ ജഹോവ വിറ്റ്നസ്സുകാർ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. സൈത, എനിക്കൊരു സംശയമുണ്ട്. സൃഷ്ടികളുടെ ആരംഭമായിരിക്കുന്ന ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു, യേശു സൃഷ്ടിയല്ലേ? ഞാൻ പറഞ്ഞ ഇതിൻ്റെ താഴോട്ടൊന്ന് വായിക്കേ. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആദ്യം പറയും, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അത് കഴിഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇതേ വാക്യമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ആൻസർ, അതിന് കറക്റ്റ് ഒരു ആൻസർ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് മുതിർന്ന കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഒരു ആൻസർ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവർ സമ്മതിക്കില്ല.
കാരണം യഹോവസാക്ഷിക്കാരെ അവരെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, തർക്കിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് കർത്താവെ സിസ്റ്റമായിട്ട് ഒരു ദൈവവചന ശുശ്രൂഷ എനിക്കില്ലാതെ, ദൈവവചന പഠനം എനിക്കില്ലാതെ ഞാൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യും? അന്ന് തൊട്ട് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പഠിക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ആവശ്യത്തിന് പഠിച്ചിട്ടുണ്ട്, ഒരു പ്രയോജനവും ഇല്ല, ഇനിയും പഠിക്കും, ഇനിയും അടുക്കളയിൽ നിൽക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് ഇനിയൊരു പക്ഷേ അങ്ങനെ അന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോട് മാത്രമായിട്ടോ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അന്ന് പറഞ്ഞ വാക്ക് അങ്ങനെയായിരുന്നു. ഇനി ഒരു രക്ഷയില്ല, വീട്ടിൽ പറയാൻ നിവൃത്തിയില്ല, ഹസ്ബൻഡിനോടും പറയാൻ നിവൃത്തിയില്ല. പ്രാർത്ഥന ആരംഭിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 ജൂൺ 15 മുൻപ് കർത്താവ് എനിക്കൊരു അവസരം തരണം ദൈവവചനം പഠിക്കാനായിട്ട്. 2004 ജൂൺ 15 കഴിഞ്ഞിട്ടാണ് പിന്നെയും എനിക്ക് അവസരം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥനാ വിഷയം ലിസ്റ്റിൽ നിന്ന് അങ്ങോട്ട് മായിച്ചു കളയും. അങ്ങനെ ദൈവസ്ഥനിൽ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് വെള്ളമില്ലാത്തടത്ത് മുങ്ങിച്ചാവുന്നത് പോലെ എൻ്റെ ദൈവം എനിക്ക് മണക്കാലയിൽ ഒരു അവസരം തന്നു പഠിക്കാനായിട്ട്. ആ സമയത്ത് എനിക്ക് ചേരേണ്ടത് ബിഡിക്കാണ്, പക്ഷെ ബിഡിക്ക് ഗേൾസിന് കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വരണം. എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ അധ്യാപകനെ ഇനിയും പഠിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് യാതൊരു സാധ്യതയില്ലാത്ത സമയത്ത് അവർക്ക് അതുപോലത്തെ ഒരു പ്രഷർ വന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി 2004 ജൂൺ 15 ഞാൻ ദേവസ്വത്തിലെ ഡെഡ് ലൈൻ വെച്ചിരുന്നെങ്കിൽ ജൂൺ 15 ഞാൻ ഡെഡ് ലൈൻ വെച്ചു. ഒരു ദിവസം മുമ്പേ എനിക്ക് അവിടെ ക്ലാസ് തുടങ്ങി. പഠിക്കാൻ ആരംഭിച്ചപ്പോൾ ഭയങ്കര ആവേശത്തോടെ അങ്ങ് പഠിക്കുക. പഠിച്ച് അപ്പം എനിക്ക് പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടാണ്. സൺഡേ സ്കൂളിൽ പഠിച്ച കാലം തൊട്ടേ കർത്താവ് തൻ്റെ വിരൽ കൊണ്ട് 10 കൽപ്പന എഴുതി. ഇപ്പം കർത്താവിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ ആ ഭാഷയൊക്കെ ഒന്ന് വായിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ വായിച്ചു, അങ്ങനെയെല്ലാം പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആവേശം കയറിയിട്ട് ഞാൻ ബ്രേക്ക് ഇല്ലാതെ ലേഡീസിനൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു MTH ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ അടുത്ത കോഴ്സിന് കയറി. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത കോഴ്സിന് കയറി. അപ്പോൾ പഠിപ്പിക്കേണ്ട സമയം വന്നപ്പോൾ ഞാൻ കർത്താവിന് ചോദിച്ചു, ലേഡീസിന് പഠിപ്പിക്കാമോ? ഇത് കർത്താവിൻ്റെ പദ്ധതിയിലുണ്ടോ, വചനത്തിലുണ്ടോ? അപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു, കുരുട്ട് കണ്ണുകളെ തുറക്കാനായിട്ട് നീ ദൈവവചനം പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്നു. ഇപ്പോഴും ഇവിടെ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരണമെങ്കിൽ ഒരു വർഷം ബ്രേക്ക് എടുക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു വർഷം ബ്രേക്ക് എടുക്കാത്തതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസിന് ഇപ്പോൾ എക്സാം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമൊക്കെ എക്സാം നടക്കുവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധപ്പാടിലും കൂടിയൊക്കെയാണ് ആയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ദൈവവചനം സംസാരിക്കാൻ ഒരു അവസരം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനും പ്രത്യേകമായ നന്ദി പറയുന്നു. നമുക്കൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദാസന് അവരുടെ പള്ളിപ്പെരുന്നാൾ നടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് സമയങ്ങൾ ദൈവസ്ഥനിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ കർത്താവിനോട് സംസാരിച്ച ഒരു വചനഭാഗം നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. നമ്മുടെ വർഷിപ്പിൻ്റെ ആദ്യത്തെ പാട്ടിന് ആ വചനങ്ങളെല്ലാം വന്നപ്പോൾ ഞാൻ ചിന്തിച്ച് ഇത് തന്നെ ദൈവനിയോഗം എന്ന് ചിന്തിച്ച് ഞാൻ ആ വചനഭാഗം തന്നെ ശുശ്രൂഷിക്കാമെന്ന് ചിന്തിച്ചു. 2:15. മതി 2 ഡ്യൂട്ടി. ഫസ്റ്റ് കർത്താവ് മനുഷ്യന് 2 ഡ്യൂട്ടി കൊടുത്തു. എന്തായിരുന്നു? വേല ചെയ്യാനും തോട്ടം കാക്കാനും. ഇംഗ്ലീഷിൽ പല ട്രാൻസ്ലേഷൻ, ടു ടിൽ ഇറ്റ് ഓർ ടു ഫാം ഇറ്റ്, ടു കൾട്ടിവേറ്റ് ഇറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഭാഗം വാച്ച് ഇറ്റ് ഓർ സേഫ് ഗാർഡ് ഇറ്റ്. അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് കർത്താവ് ആദ്യമായിട്ട് മനുഷ്യനോട് ആവശ്യപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം വേല ചെയ്യണം, രണ്ടാമത്തെ കാര്യം കാക്കണം. ഈ വേല ചെയ്യാനായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഏദൻ തോട്ടം റെഡിയായിട്ട് ഇങ്ങനെ കിടക്കുക അല്ലേ? ഏദൻ തോട്ടം വളരെ പ്രിപ്പയർഡായിട്ട്, കൾട്ടിവേറ്റഡ് ആയിട്ട്, ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഫലം പറിച്ച് തിന്നാൽ മതി. അപ്പൊ വേല ചെയ്യാൻ അത്ര അത്യാവശ്യം അവിടെ ഇല്ലായിരുന്നു. എന്തായിരുന്നു അവിടെ അത്യാവശ്യം? തോട്ടം കാക്കുന്നതായിരുന്നു അവിടെ അത്യാവശ്യം. അവർ അതിൽ ദയനീയമായിട്ട് എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി. ഈ കാക്കുക എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ നമ്മുടെ ഹൃദയം കാക്കണം അല്ലേ? പ്രോവേർബ്സിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്ന 4:23 തോന്നുന്നു. നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യും? സകല ജാഗ്രതയോടെ കാത്തുകൊള്ളണം അല്ലേ? ഹൃദയത്തെ സകല ജാഗ്രതയോടെ. അപ്പൊ ഈ ഹൃദയത്തിലാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ
അപ്പൊ ഈ ഹൃദയത്തിനകത്താണ് ഈ പിശാച് എപ്പോഴും. നമ്മുടെ കർത്താവിനോട് വന്ന് പറയും, നീ ദൈവപുത്രനെങ്കിൽ. ഇതാണ് നമ്മളോട് ഇതുവാ ക്വസ്റ്റ്യൻ അല്ലേ? നേരെ വേറെ നീ ദൈവപുത്രനെങ്കിൽ, നീ ഒരു വിശ്വാസിയെങ്കിൽ, നീ ഒരു പെന്തക്കോസ്തുകാരനെങ്കിൽ. ഇതാ നമ്മളോടും ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നമുക്കൊരു വേവറിങ് വരും അല്ലേ? നമ്മുടെ അഭിമാനം അങ്ങ് മുറിപ്പെട്ടു പോകും അല്ലേ? ഇവനോടൊക്കെ ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആയിരിക്കില്ലേ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ചിന്ത. അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുന്ന, നമുക്കൊരു വേവറിങ് അല്ലെങ്കിൽ ആത്മാഭിമാനം മുറിപ്പെട്ടിട്ട് തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ദാഹം നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ള. അപ്പൊ അവിടെ ഹൃദയം കാക്കണം, തോട്ടം കാക്കണം. അവർക്ക് അന്ന് 2 നില വീടൊന്നുമില്ല. പാസ്റ്റർ പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ഇംഗ്ലണ്ടിൽ നല്ല വീടൊക്കെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞല്ലേ. പക്ഷെ അവർക്ക് വീടൊന്നും കൊടുത്തില്ലായിരുന്നു. വീടിൻ്റെ ആവശ്യം അവർക്ക്, എനിക്ക് തോന്നി ഈ തേജസ്സിനാൽ മൂടപ്പെട്ടത് കൊണ്ട് മഴ അവിടെ ഇല്ലായിരുന്നല്ലേ. മഴ ആദ്യമായിട്ട് പെയ്യുന്ന എപ്പോഴാ? നോഹയുടെ സമയത്താണ് മഴ പെയ്യുന്നത്. അപ്പം മഴയില്ല, നിലത്തിൽ നിന്നാണ് മഞ്ഞ് പൊങ്ങുന്നത്, മേലേന്നൊന്നും വരുന്നില്ല. അപ്പം ഇവരവിടെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് 2 നില വീടിൻ്റെയോ ഇതുപോലത്തെ ജാക്കറ്റിൻ്റെയോ സെറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അത് സുരക്ഷിതമായിട്ട് കഴിയും അവർ. അപ്പം അവരുടെ വീടെന്തായിരുന്നു? ഏദൻ തോട്ടം അല്ലേ? അപ്പം അവരുടെ വീടും അവരുടെ ഹൃദയവും അവരെന്ത് ചെയ്യണമായിരുന്നു? കാക്കണമായിരുന്നു. അവരതിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ഹവ്വ ഹൃദയം കാക്കുന്നതിൽ പരാജയപ്പെട്ടു. ആദാം തോട്ടം കാക്കുന്നതില് പരാജയപ്പെട്ടു. അവർക്ക് എന്തായിരുന്നു അറിയാം? ഫസ്റ്റ് ഇൻട്രസ്റ്റ് വേല ചെയ്യുന്നവരായിരുന്നു. നമുക്കും വേല ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാ അല്ലേ? നമ്മുടെ വിചാരം നമ്മുടെ അധ്വാനം കൊണ്ട് മുഴുവൻ കൂട്ടുന്നെന്നാ. യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും പുരാതന സമ്പത്തും. നിന്റെ അധ്വാനം കൊണ്ട് അതിനോട് ഒന്നും കൂട്ടുന്നില്ലെന്നാ പറയുന്നത്. നമ്മളങ്ങ് അധ്വാനിക്കുക, നന്നാ താമസിച്ച് കിടപ്പാൻ പോകും, അധികാലത്ത് എഴുന്നേൽക്കും, കഠിന പ്രയത്നം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? അങ്ങ് അധ്വാനിക്കുക. നമ്മുടെ അധ്വാനം കൊണ്ട് ഇതുവല്ലം കൂട്ടാൻ പറ്റുന്നുണ്ടോ? ഈ അധ്വാനം കൊണ്ട് അനുഭവിക്കാൻ വല്ലതും പറ്റുന്നുണ്ടോ? അകമ്പടി നായകനോട് എന്താ പറഞ്ഞത്? നീ കാണും, അത് അനുഭവിക്കുകയില്ല. നമ്മൾ കാണുകയല്ല, നമ്മൾ അനുഭവിക്കണം. അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തോട്ടം കാക്കണം. അതിനകത്ത് എൻക്രോച്ചേഴ്സ്, ഇൻട്രൂഡേഴ്സ് കേറാതെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ തോട്ടത്തെ, നമ്മുടെ ഭവനത്തെയും എന്ത് ചെയ്യണം? കാക്കാൻ സർവ്വ ജാഗ്രതയും അതിനായിട്ട് നമുക്ക് വേണം. നമ്മൾ അനന്യാസിന്റെ സഫിയ പരാജയപ്പെട്ട അനേക എക്സാമ്പിളുകളുണ്ട് അല്ലേ? ഗേഹസിക്ക് പരാജയം സംഭവിച്ചു, യൂദയ്ക്ക് പരാജയം സംഭവിച്ചു, അനന്യാസിനും സഫീറയ്ക്കും പരാജയം സംഭവിച്ചു. പത്രോസ് അപ്പോസ്തലൻ എന്താ ചോദിക്കുന്നത്? ഇത് മാറ്റി മറിച്ച് വെക്കാനായിട്ട്, മാറ്റി വെക്കാനായിട്ട് സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ വശീകരിച്ചത് എന്തുകൊണ്ട്? അപ്പൊ ഈ സാത്താൻ അകത്ത് കടക്കാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ. ഇപ്പൊ കർത്താവ് ഫെലോഷിപ്പിന് വേണ്ടി ആഗ്രഹിച്ച് വാതിൽ നിന്ന് മുട്ടുക. മറ്റൊരുത്തൻ എങ്ങനെയാ? ഇടിച്ച് കയറുക അല്ലേ? ഇടിച്ച് പുറം വാതിൽ വഴിയായിട്ട് ഇല്ലാത്ത വാതിൽ ഉണ്ടാക്കി, കുടുംബനാഥൻ ഇല്ലാത്ത സമയത്ത് ഒക്കെ ഇടിച്ചു കയറുന്ന ഒരു പാർട്ടിയാണ് ആ പിശാചെന്ന് പറയുന്നത്. യൂദയുടെ കാര്യം വായിക്കുമ്പോൾ അപ്പക്കണ്ടം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. അപ്പൊ അവന്റെ ഹൃദയം ഓപ്പൺ ആയിരുന്നല്ലേ? അവന്റെ ഹൃദയം മതിലിടിഞ്ഞു കിടക്കുമായിരുന്നു. അവന്റെ ഹൃദയത്തിന്റെ ഗേറ്റ് പൂട്ടിയിട്ടില്ലായിരുന്നു. ഈ കാക്കുന്ന സംഭവത്തെ കുറിച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് ചിന്തിക്കണം. നമ്മൾ വേല ചെയ്താൽ അത് അനുഭവിക്കണമെങ്കിൽ കാവല് കറക്റ്റ് ആയില്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് പറ്റിയില്ല. കാവല് കറക്റ്റ് ആണെങ്കിൽ വേല ചെയ്യണം. വേല ചെയ്യണ്ടെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരു മടിയന്മാരെയും വിളിച്ചിട്ടുമില്ല. ഉണ്ടോ? ഒറ്റ മടിയന്മാരെയും വിളിച്ചിട്ടില്ല. ഉഷാറായിട്ട് ജോലി ചെയ്യുന്നവരെ മാത്രമേ നമ്മുടെ കർത്താവ് വിളിച്ചിട്ടുള്ളൂ. 12 കാളയെ പൂട്ടുമ്പോൾ 12ാമത്തെ കാളയോടുകൂടെ നിലം മുഴുന്ന എലീശേനെയൊക്കെ കർത്താവ് വിളിച്ചല്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസും കൂട്ടരും വല നന്നാക്കുക. പിന്നെയും പ്രതീക്ഷയാ, നാളെ ഞങ്ങൾക്ക് ഈ വല കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഇല്ല, ഇനി വല നന്നാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അവര് വല നന്നാക്കുക. അങ്ങനെ ജോലിക്ക് ഉത്സാഹികളായ, അല്ലെങ്കിൽ വളരെ
എന്താ പറയുക, മടിയന്മാരെയൊന്നുമല്ല, ഉത്സാഹികളെയാണ് കർത്താവ് വിളിയോ. ഉത്സാഹികളുടെ കൈ എന്തുണ്ടാക്കും? സമ്പത്തുണ്ടാക്കുന്ന ഉത്സാഹികളെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാവല് കറക്റ്റ് ആയാലുണ്ടല്ലോ, എങ്ങനെയാണ് ഒരു ഭവനത്തിനകത്ത് പ്രതിസന്ധിയും കഷ്ടവും എല്ലാവർക്കും ഉണ്ട് ദൈവമക്കളെ. പക്ഷെ ആ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ സാത്താൻ കടക്കാതെ നമ്മൾ നോക്കണം. ആ പ്രതിസന്ധിയാണ് ഈ സാത്താന്റെ ഒരു കറക്റ്റ് സ്ട്രാറ്റജിക് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് സാത്താൻ വന്നിട്ട് പറയും, ഓ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം, നീ ഇത്ര നാൾ ദൈവത്തെ വിളിച്ചിട്ട് എന്ത് പ്രയോജനം. ഒരാൾ പറഞ്ഞു കൊടുത്തല്ലോ നല്ല എളുപ്പ വഴി, ദൈവത്തെ ത്യജിച്ച് ചത്ത് കളക. എന്തെല്ലാം ഷോർട്ട് കട്ടാണ് നമുക്ക് പറഞ്ഞു തരിക അല്ലേ? ഇഷ്ടം പോലെ ഷോർട്ട് കട്ട് പറഞ്ഞു തരും. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും പറഞ്ഞു തരുന്നത്. നമ്മുടെ ഉറ്റവരും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ഈ ഷോർട്ട് കട്ടിന്റെ പിന്നാലെ പോയാല്. ആദാമിന് ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുത്തു, ആദാമിന് സഭയ്ക്കൊക്കെ ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവരെന്ത് ചെയ്തു? വീണുപോയി. ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിനോട് ഷോർട്ട് കട്ട് മാറ്റി അവൻ അടുത്ത് വന്നു. കർത്താവ് അതിൽ പരാജയപ്പെട്ടു പോയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഏത് വഴിയിൽ നിന്നാ വരുന്നത്, ഏത് സോഴ്സിൽ നിന്നാ വരുന്നത്, നമ്മൾ കറക്റ്റ് ഡിസേൺ ചെയ്യണം. അത് കറക്റ്റ് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നന്മ മുഴുവൻ അവൻ നശിപ്പിച്ച്. ഇയ്യോബ് ആ ഷോർട്ട് കട്ട് ഒന്നും കേട്ടില്ല കേട്ടോ. ഇയ്യോബിന് നമുക്കറിയാമല്ലോ. അതൊന്ന് വായിച്ചാൽ നമുക്കൊരു ബലം കിട്ടാനുള്ള വാക്യാണ്. ഇയ്യോബ് 1:22 വായിച്ച്. 2:10 കൂടെ. മതി, താങ്ക് യു. അവിടുന്ന് ഈ 2 വാക്ക്, ഇതിലൊന്നിലും ഇയ്യോബ് ആദരങ്ങളാൽ പാപം ചെയ്തില്ല. ഏത് കണ്ടീഷനാ ദൈവമക്കളെ? നമുക്കാർക്കും അത്രയൊന്നും തരില്ല കേട്ടോ. കാരണം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള കോൺഫിഡൻസ് അനുസരിച്ച് കർത്താവ് തരുവുള്ളൂ. ഒരു സമയത്ത് ആ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് പത്രോസിന് അനുവാദം ചോദിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തില്ല? വിട്ടുകൊടുത്തില്ല. കാരണം നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്തില്ല? വിട്ടുകൊടുത്തില്ല. അപ്പൊ ഇയ്യോബിനെ വിട്ടുകൊടുത്തെങ്കിൽ കർത്താവിന് അതുപോലെ എന്ത് ചെയ്തുണ്ട്? കോൺഫിഡൻസ് ഉണ്ട്. അത്രയൊന്നും നമുക്ക് തരില്ല. എന്നാലും നമ്മുടെ ജീവിതത്തിന്റെ മേഖലകൾ എന്തുമാത്രം ഞരക്കങ്ങളുണ്ട്, ഏതെല്ലാം അൺആൻസേർഡ് ആയിട്ടുള്ള പ്രാർത്ഥനാവിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിന്റെ എല്ലാം കറക്റ്റ് സമയമുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ എന്താ പറയുന്നത്? ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും, അത് വൈകിയാലും നീ അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം. ദൈവത്തിന്റെ വചനം സത്യമാ, അത് വരും നിശ്ചയം. പിന്നെ എന്തിനായി കഷ്ടം അനുവദിക്കുന്നേ? കഷ്ടം അനുഭവിക്കുന്ന ചിലത് നമ്മളെ പഠിപ്പിക്കാനാ, ചിലത് നമ്മളെ മനസ്സിലാക്കിക്കാനാ. നല്ല നല്ല ലെസൺസ് അതിലൂടെ പഠിക്കും. കഷ്ടതയില്ലാതെ വളർന്ന ഒരു പൈതൽ കരുത്തനല്ല. ഒരു കുറവുമില്ലാതെ വളർന്ന ഒരു പൈതൽ ഒരിക്കലും കരുത്തനല്ല. അവന് ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ അവനെ തരണം ചെയ്യാൻ പറ്റില്ല. ആ കഷ്ടതയിലൂടെ വളർന്ന പൈതങ്ങളാണെങ്കിലോ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല, അതോടെ പിടിച്ചു നിൽക്കാനായിട്ട് അടയായി തീരും. അതൊരിക്കലും തളർന്നു പോകില്ല. ഇപ്പൊ ഇവിടെ ഇയ്യോബ് എന്താ പറയുന്നത്? അവനെ കുറിച്ച് ദൈവത്തിന്റെ സാക്ഷി എന്താ? പരിശുദ്ധാത്മാവല്ലേ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു സംശയം കയറി. ഞാൻ എൻ്റെ ആംഗ്ലയോട് ചോദിച്ചു, ശിംശോന് അവിടെ 2 മതിലും 2 തൂണും തള്ളിയിട്ട് ഈ പുള്ളി പ്രാർത്ഥിച്ചതൊക്കെ ആരെഴുതി വെച്ചു? ശിംശോൻ ഇല്ലായിരുന്നല്ലോ പിന്നെ വരാനായിട്ട്. അപ്പോൾ എൻ്റെ ആങ്ങളെ അന്ന് എൻ്റെ കൊച്ചിലെ പറഞ്ഞു തന്നു, പരിശുദ്ധാത്മാവ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ശിംശോനല്ല എഴുതിയത്, ഫെലിസ്തീനുമല്ല എഴുതിയത്, പരിശുദ്ധാത്മാവ് എഴുതി വെച്ച. അപ്പൊ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചത് എന്താ? സത്യമാ. ഒരിക്കൽ ഒരു പുള്ളിക്കാരത്തി വന്ന് എൻ്റെ കൂട്ടു സഹോദരിയോട് ചോദിച്ചു, നിങ്ങളുടെ പുസ്തകത്തിൽ ശലോമോനെ കുറിച്ച് എഴുതി വെച്ചിട്ടില്ലേ, നിങ്ങൾ പിന്നെ ഞങ്ങളുടെ ദൈവത്തെ കുറിച്ച് എന്തിനാ പറയുന്നത്? പറഞ്ഞു, ശലോമോൻ ഞങ്ങളുടെ ദൈവം അല്ല. ശലോമോന്റെ കുറ്റം മുഴുവൻ അവിടെ എഴുതി വെച്ചേക്കണം, അതുപോലെ നീ തെറ്റ് ചെയ്യാതിരിക്കാനാ. നമ്മുടെ വചനം സത്യമാ. സത്യം സത്യമായിട്ട് ആരെയും അവിടെ ദൈവമായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. ദാവീദിന്റെ തെറ്റും ശലോമോന്റെ തെറ്റും പത്രോസിന്റെ വീഴ്ചയും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ?
അവർക്കത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകാവസാനം വന്നിട്ട് നിങ്ങൾക്കോ അത് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുക. ആരെയും ഗ്ലോറിഫൈ ചെയ്ത് ദൈവമാക്കിയിട്ട് ഒന്നുമില്ല. നമ്മളെ പോലെ ബലഹീനരാ. യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അപ്പൊ നമുക്ക് സമസ്വഭാവമുള്ളവരൊക്കെ തന്നെയാ ബൈബിൾ ക്യാരക്ടേഴ്സ്. അപ്പൊ അവർക്ക് കഷ്ടം വന്നു, അവരെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തു, അവരെങ്ങനെ അതിനെ അതിജീവിച്ചു. ആ പാവം നമ്മളും പിൻപറ്റിയാല് നമുക്കും വിജയം നേടാം. ഹല്ലേലൂയ. നമുക്കും ആ പാതയിൽ കൂടെ പോയാൽ നമുക്കും വിജയം നേടാം. ഞാൻ 2 എക്സാമ്പിൾ മാത്രം ഇന്ന് പറയുന്നുള്ളൂ. അപ്പം ഇയ്യോബിന്റെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലായല്ലോ. അതിലൊന്നും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഭാര്യ പറഞ്ഞ അവിവേകത്തെ എന്ത് ചെയ്തു? ശാസിച്ചു. ആ ഷോർട്ട് കട്ടിന്റെ പിന്നാലെ പോയില്ല. ആദാമിന് എന്ത് പറ്റി? പറഞ്ഞു ഓർത്ത് ഷോർട്ട് കട്ടിന്റെ പിന്നാലെ പോയി. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടിയിരുന്നേ? അബീഗയിൽ എന്താ ചെയ്തേ? നാബാൽ എന്ത് ചെയ്തു? അഭിഷക്തനെ നിന്ദിച്ചു കളഞ്ഞല്ലേ? അഭിഷക്തന്റെ ആവശ്യത്തെ, ന്യായമായ ആവശ്യത്തെ എന്ത് ചെയ്തു? നിന്ദിച്ചു കളഞ്ഞു. അബീഗയിൽ എന്ത് ചെയ്തു? ചെന്ന് കാല് പിടിച്ചു അല്ലേ? വലിയ വീട്ടിലെ കൊച്ചമ്മ അല്ലേ? ഇദ്ദേഹം മഹാധനികനാ. അത്രയും ധനികന്റെ ഭാര്യയായിട്ട് വലിയ വീട്ടിലെ കൊച്ചമ്മയായിട്ട് ഇരിക്കുന്ന അബീഗയിൽ എന്ത് ചെയ്തു? കുറ്റം എന്റെ മേലിരിക്കട്ടെ, ഞാനോ യജമാൻ അയച്ച ദാസന്മാരെ കണ്ടില്ല. അവിടെ ഒരു തിരുത്ത് വന്നല്ലേ? അവിടെ ആ തിരുത്ത് വന്നപ്പോ എന്താ സംഭവിച്ചത്? മരണം ജീവനായിട്ട് മാറി. അല്ലെങ്കിൽ നാബാലിന്റെ കുടുംബം മുഴുവൻ നശിക്കേണ്ടടുത്ത് ആ മരണം ജീവനായിട്ട് മാറി. അപ്പൊ കുറുക്ക് വഴി തേടാതെ ദൈവവചന പ്രകാരം നമ്മുടെ പ്രശ്നത്തെ കൈകാര്യം ചെയ്താല് നമ്മുടെ ജീവിതത്തിന്റെ മരണം എന്തായി തീരും? ജീവനായിട്ട് മാറും. ദൈവവചനത്തിലെ മരണം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമായിട്ടുള്ള വേർപാടാ മരണം. നമ്മൾ ഉദ്ദേശിക്കുന്ന മരണമല്ല, ദൈവത്തിൽ നിന്നുള്ള വേർപാട്. ആ വേർപാടിനെ നടിച്ചു തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവവചനത്തോട് കൂടി അതിനൊന്ന് ഹാൻഡിൽ ചെയ്താൽ, അതിനൊന്ന് കൈകാര്യം ചെയ്താൽ അവിടെ വരാൻ പോകുന്ന മരണത്തെ മുഴുവൻ ജീവനാക്കി മാറ്റാൻ സാധിക്കും. ആ ഇയ്യോബ് എന്ത് ചെയ്തു? ആ ഭാര്യയുടെ അവിവേകത്തെ തിരുത്തി അധരങ്ങളാൽ പാപം ചെയ്യാതെ വളരെ സെൽഫ് കൺട്രോൾ എന്ത് ചെയ്തു? അവൻ പാലിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമുക്കറിയാമല്ലോ എന്താ സംഭവിച്ചത്. സകലതും ഇരട്ടിയായിട്ട് അവന്റെ ജീവിതത്തിൽ വന്ന സകല മരണങ്ങളും ജീവനായിട്ട് മാറി. അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന സകല നഷ്ടങ്ങളും പ്രോസ്പെരിറ്റി ആയിട്ട് മാറി. അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് ഡബിൾ പോർഷൻ കിട്ടാനിടയായി തീർന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കഷ്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഏത് വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവഹിത പ്രകാരം അതിനെ കൈകാര്യം ചെയ്യാൻ തയ്യാറായാൽ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട്. മരണത്തെ ജീവനാക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. നമ്മുടെ പോരായ്മകളെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട്. ഞാൻ ഈ രാഹാബിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 7-8 8-9. മതി. ഈ രാഹാബ് ഒരു കനാന്യ സ്ത്രീ അല്ലേ? ആ കനാൻ ദേശം 10 ജാതികൾ അല്ലെങ്കിൽ 7 ജാതികൾ, ആ ദേശം മുഴുവൻ അബ്രഹാമിന്റെ സന്തതിക്ക് 400 വർഷം മുൻപേ അല്ലെങ്കിൽ 430 വർഷം മുമ്പേ എന്ത് ചെയ്തിരിക്കുക? പ്രോമിസ് ചെയ്തിരിക്കുന്ന അല്ലേ? ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന. അതിനകത്ത് വല്ല പ്രതീക്ഷയുണ്ടോ? ഇത്രയും കാലം മുമ്പ്, ഇത്രയും നൂറ്റാണ്ടുകൾ കൊണ്ട് ഉറപ്പിക്കപ്പെട്ട ഈ വചനത്തിനകത്ത് എനിക്ക് അവിടെ കാൽ വെക്കാൻ ഒരിടം ഉണ്ടാകുമോ? ഞാനൊരു കനാന്യ സ്ത്രീയല്ലേ?
എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടാകുമോ? എന്നാ യോർദാൻ വറ്റിച്ചത്? ഒന്ന് ചിന്തിച്ചേ. ഇപ്പൊ യോശുവ ഇപ്പൊ അങ്ങോട്ട് കയറാൻ നിൽക്കുക. ഇത് യോർദാന്റെ താഴെ വന്നിട്ടാണ് കനാനിലേക്ക് ഒറ്റുകാരെ അയച്ചിരിക്കുന്നത്. ചെങ്കടൽ എന്നാ വിഭാഗിക്കപ്പെട്ടത്? 40 വർഷം മുമ്പ്. 40 വർഷം ഇവര് മരുഭൂമിയിൽ അലഞ്ഞു. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടതിന് ശേഷം ഈ 40 വർഷം മുൻപേ ഇവളൊരു ന്യൂസ് കേട്ടു. എന്താ കേട്ടത്? ദേ അവിടുന്ന് ഈജിപ്തിൽ നിന്ന് ഒരു ജാതി പുറപ്പെട്ടു വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ഈ ദൈവമല്ലാതെ താഴെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും മറ്റൊരു ദൈവവും. ആ വിശ്വാസം നമ്മൾ വിശ്വസിച്ച, കേട്ടത് വിശ്വസിച്ചാല് അത് ഉപകാരമായി തീരും അല്ലേ? കേട്ടത് എന്ത് ചെയ്യണം? അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ദൈവവചനം കേൾക്കുമ്പോൾ അത് ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. എന്നാൽ അതെന്തായി തീരും? വിശ്വസിക്കുന്നവൻ അത് ഉപകാരമായിട്ട് തീരും. അപ്പൊ 40 വർഷം മുൻപ് ഇവൾ ഒരു ന്യൂസ് കേട്ടു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ന്യൂസ് പേപ്പറും TV ഒരു വകയില്ല. വാമൊഴിയായിട്ട്, ഓറൽ ട്രഡീഷൻ വഴി വാമൊഴിയായിട്ട് ന്യൂസ് പരന്നു. കനാൻ ദേശത്തെത്തി. നമ്മളെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്, നമ്മുടെ ദേശം മുഴുവൻ. അതല്ലേ അവൾ പറഞ്ഞല്ലോ, ഈ ദേശം നിങ്ങൾക്ക് യഹോവ തന്നിരിക്കുന്നു അല്ലേ? യഹോവ ഈ ദേശം നിങ്ങൾക്ക്. അപ്പൊ ആ കനാനിലുള്ള സകല മനുഷ്യർക്കും അറിയാം ഈ ദേശം ആർക്കുള്ളതാ? ഈ ദേശം ആർക്കുള്ളതാ? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പറഞ്ഞ ഇസ്രായേൽ ജാതിക്കുള്ളതാണെന്ന് സകലമായ മനുഷ്യർക്കും അറിയാം അല്ലേ? നമുക്കറിയാം ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഈ രാഹാബിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. അവൾക്ക് വല്ല അഡ്രസ്സും ഉണ്ടോ? അവൾക്ക് വല്ല ഒരു സ്റ്റാറ്റസ് ഉണ്ടോ? യാതൊന്നും ഇല്ല അവൾക്ക്. പക്ഷെ അവൾ ഒറ്റ കാര്യം, 5 പൈസ ചെലവില്ലാത്തൊരു കാര്യം അവൾ ചെയ്തു, വിശ്വസിച്ചു. ദൈവം എന്താ പറയുന്നത്? വിശ്വാസം കൂടെ. എബ്രായ ലേഖനം 11:6. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. തന്റെ അടുക്കൽ വരുന്ന ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്ന പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? നമ്മൾ എന്ത് വിശ്വസിക്കണം? ദൈവം ഉണ്ട്, അത് നമുക്കെല്ലാം അറിയാം. നമുക്ക് മാത്രമല്ല പിശാചിനും കൂടെ അറിയാം അല്ലേ? അതാ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ അധികം അതിന്റെ അപ്പുറമായിട്ട് നമ്മളെന്ത് വിശ്വസിക്കണം? ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ? രാഹാബിന് ആ വിശ്വാസം ഉണ്ടായി. നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ലാസർ മരിച്ചപ്പോ കർത്താവ് എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇപ്പൊ ദൈവത്തിന്റെ മഹത്വം നിറപടിയായി കാണുവാനായിട്ട് എന്ത് വേണം? വിശ്വാസം വേണം. എന്താ ഈ വിശ്വാസം? കർത്താവ് യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അതുപോലത്തെ വിശ്വാസം കൊണ്ട് ഒന്നും പ്രാപിക്കുകയില്ല. ദൃഢമായ വിശ്വാസം, ഉറച്ച വിശ്വാസം. ഒന്നുമില്ലാത്ത ഈ രാഹാബ്, ഈ വളരെ എന്താ പറയുന്നത്, നോബിൾ അല്ലാത്ത, വളരെ മീനിയലായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പോറായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആ രാഹാബിന് വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിലും നമുക്ക് വിശ്വസിച്ചൂടെ? അവൾ എന്ത് വിശ്വസിച്ചു? ഇവരുടെ ദൈവമാണ്. ഇന്ന് വരെ ഞങ്ങൾ കേട്ടിട്ടില്ല. ചെങ്കടൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ അവൾ കേട്ടു. അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും തോൽപ്പിച്ച ജനം. ആമോസ് 2:7 നോക്കാമോ? സോറി 2:9 സോറി. കർത്താവിന് അമോരിനൊന്നുമല്ല കേട്ടോ. ഏത് അമോരിനാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നേ? കർത്താവിന് ഇതൊന്നും പ്രശ്നമല്ല. അവൻ ദേവദാരു പോലെ പൊക്കമുള്ളവനാണെങ്കിലും, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലം കരുവേലകം പോലെ ശക്തിയുള്ളതാണെങ്കിലും, എൻ്റെ കർത്താവിന് അതൊന്നും ഒരു വിഷയമല്ല.
ഇതിനെല്ലാം സൃഷ്ടിച്ചതിനെല്ലാം പരിപാലിക്കുന്നതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന കർത്താവിന് ഒരമോര്യനും നമുക്ക് പ്രശ്നമല്ല. ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറായാൽ സകല അമോര്യനെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സകല മഹാപർവ്വതങ്ങളെ സമഭൂമിയാക്കുവാൻ ദൈവത്തിന് കഴിയും. അമോര്യ രാജാക്കന്മാരെ തോൽപ്പിക്കാൻ കഴിവുള്ളവൻ ആരുള്ളൂ എന്ന് നീ കേട്ടിട്ടില്ലേ? എന്നാ മോശ ചോദിക്കുന്നത്. അവന്റെ 9 അടി നീളമാണ് അവന്റെ രഥത്തിന്. ആ രഥ എന്ന് പറയുന്ന നഗരത്തിൽ അവന്റെ രഥം ഉണ്ടെന്നാണ് മോശ പറയുന്നത്. ഗോലിയാത്തിനേക്കാ മല്ലന്മാരാണ് അമോര്യര്. ആ അമോര്യര് രാജാക്കന്മാർ അതിശക്തന്മാരാ. അവര് ദേവദാരു പോലെ പൊക്കമുള്ളതാ. നമുക്ക് ഗോലിയാത്തിന്റെ പൊക്കമൊക്കെ അറിയാമല്ലോ. അതുപോലെ കരുവേലകം പോലെ ശക്തിയുള്ള ആൾക്കാരാ. അവരെ ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വിഷയം ആര് കേട്ടു? രാഹാബ് കേട്ടു. ആ രാഹാബ് എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് അതങ്ങ് വിശ്വസിച്ചു. പ്രിയ ദൈവമക്കളെ, ദൈവം ഒരു വിടുതൽ ചെയ്തൊന്ന് വിശ്വസിക്കാം. ദൈവവചനം പറഞ്ഞ കാര്യം ഒന്ന് വിശ്വസിക്കേ. വിശ്വസിക്കുന്നവന് അനുഭവമായിട്ട് വരും. വിശ്വസിക്കുന്നവന് ഉപകാരമായി തീരും. യാതൊരു അഡ്രസ്സും ഇല്ലാത്ത, യാതൊരു സ്റ്റാറ്റസും ഇല്ലാത്ത ഒരു കനാന്യ സ്ത്രീ അയക്കുന്ന രാഹാബ്, അവൾക്കെതിരെ ദൈവവചനം എഴുതി വെച്ചിരിക്കുക. കനാന്യരെ മുഴുവൻ എന്ത് ചെയ്യണം? നിർമൂലനാശം ചെയ്യണം. ആ വിധിക്കെതിരെ അവള് വിശ്വാസം കൊണ്ട് പൊരുതി. അതിശക്തമായ നൂറ്റാണ്ടുകൾ കൊണ്ട് ഉറപ്പിക്കപ്പെട്ട ദൈവവചനത്തിന്റെ വിധിയെ രാഹാബ് എന്ത് ചെയ്തു? അതിനെ പൊരുതി തോൽപ്പിച്ചു. നമുക്കും പൊരുതി തോൽപ്പിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, കർത്താവിന്റെ ഉദ്ദേശം കനാന്യരെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളതല്ല. അവർ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറായാല് അവരെ വീണ്ടെടുക്കാൻ എന്റെ കർത്താവ് തയ്യാറായിരുന്നു. പക്ഷെ ഒരുത്തി മാത്രമേ വിശ്വസിക്കാൻ തയ്യാറായുള്ളൂ. ഞാൻ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അവളുടെ ആ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ മാറിയിട്ട് രൂത്തിന്റെ പുസ്തകം വരുമ്പോഴേക്കും അവൾ ആരായി മാറി? അവൾ റോയൽ ഫാമിലിയിലെ മെമ്പറായിട്ട് മാറി. അവൾ ദാവീദിന്റെ വല്യമ്മച്ചിയായിട്ട് മാറി. മത്തായി സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ വരുമ്പോൾ അവള് ഹോളി ഫാമിലിയുടെ ഭാഗമായിട്ട്, നമ്മുടെ കർത്താവിന്റെ വംശാവലിയുടെ ഭാഗമായിട്ട് അവള് മാറി. മത്തായി യഹൂദന്മാരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഇല്ല. കാരണം എല്ലാം യോസഫിന് ദർശനം കൊടുത്തെന്നാ പറയുന്നത്. ലൂക്കോസ് പറയുന്ന മറിയയ്ക്ക് ഗബ്രിയേൽ പ്രത്യക്ഷനായി. മത്തായി സുവിശേഷം എന്ത് പറയുന്നു? യോസേപ്പിന് ദൈവം സ്വപ്നം കൊടുത്തു. എല്ലാം യോസേപ്പിന്റെ സ്വപ്നമാണ്. അതിനകത്ത് പോലും രാഹാബിന്റെ പേര് ദൈവം എന്ത് ചെയ്തു? എഴുതി ചേർപ്പിച്ചു. മത്തായിയോട് പറഞ്ഞു, നീ എന്റെ പൈതലിന്റെ പേരവിടെ എഴുതി വെക്ക. വംശാവലിയിലെ ആണുങ്ങളെ മാത്രം ചേർക്കുമ്പോൾ രാഹാബിന്റെ പേര് നീ അവിടെ എഴുത്. കനാന്യ ദേശത്തിൽ എന്നെ വിശ്വസിച്ച് സകല പ്രതികൂല ശക്തികളെയും സകല സംശയത്തിന്റെ ശക്തികളെയും തോൽപ്പിച്ച് എനിക്ക് വേണ്ടി നിന്ന എന്റെ പൈതലിന്റെ പേര് നീ മറന്നു കളയരുത്. അവളുടെ പേര് യാക്കോബിന്റെ ലേഖനം വരെ കിടക്കുക. അവളുടെ കർത്താവിനെ വിശ്വസിക്കുന്നവന്റെ പേര് മാഞ്ഞു പോകുകയില്ല. അവന്റെ പ്രവൃത്തി നിഷ്ഫലമായി പോകുകയില്ല. അവനെ ഭർത്താവ് മറന്നു പോകുകയില്ല. അവനെ ഓരോ സമയം എഴുതി ചേർക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അപ്പം സ്പൈ ആയിട്ട് ചെന്ന് അവര് പറഞ്ഞു, നീ ഈ ചുവപ്പിച്ചാരോട് ഒന്ന് കെട്ടി വെച്ചേക്കണമെന്ന് പറഞ്ഞു അല്ലേ. ആ ചുവപ്പ് അവൾ അവളുടെ കുടുംബത്തെ എന്ത് ചെയ്തു? സാത്താന്യ കരങ്ങളിൽ നിന്ന്, നാശത്തിന്റെ വക്കിൽ നിന്ന്, സംഹാരത്തിന്റെ ബാധയിൽ നിന്ന് അവൾ അവളുടെ കുടുംബത്തെ വീണ്ടെടുത്തു. അവളുടെ കുടുംബത്തിനകത്തേക്ക് ഇൻട്രൂഡർ കയറാനായിട്ട്, എൻക്രോച്ചർ കയറാനായിട്ട്, ആ ദുഷ്ടം കയറാൻ അവൾ എന്ത് ചെയ്തില്ല? അനുവാദം കൊടുത്തില്ല. അവൾ ആ കുടുംബത്തെ വീണ്ടെടുത്തു. അവൾ എന്തായി മാറി? റോയൽ ഫാമിലിയുടെ ഭാഗമായിട്ട് അവൾ മാറി. അവൾ ഹോളി ഫാമിലിയുടെ ഭാഗമായിട്ട് അവളുടെ സ്റ്റാറ്റസ് മാറി, അവളുടെ അഡ്രസ് മാറി, അവളുടെ പദവി മാറി. അവളെ ഉന്നതത്തിലേക്ക് കർത്താവ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. പ്രിയ ദൈവമക്കളെ, കാക്കുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തമുള്ള കാര്യം. ആ ചുവപ്പ് ചരടാണ് അവളെ കാത്തത് അല്ലേ. സംഹാരം അവളെ കാത്ത ചുവപ്പ്. ആ കർത്താവിന്റെ രക്തത്താലുള്ള ഒരു മുദ്ര നമുക്കുണ്ടോ? വിശ്വാസം കൈമുതലായിട്ടുണ്ടോ? ദൈവത്തെ അതിര് കടന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ തന്നെ അന്വേഷിക്കുന്ന പ്രതിഫലം കൊടുക്കുന്ന വിശ്വസിക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ കർത്താവ് തയ്യാറായിട്ട് നിൽക്കുക. ആര് വിശ്വസിക്കുന്ന കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, നമുക്കും വിശ്വസിക്കാം, നമുക്കത് അനുഭവമാക്കി എടുക്കാം. തന്നെ വിശ്വസിക്കർക്ക് കൊടുക്കുന്ന പ്രതിഫലമെല്ലാം നമുക്കും അവകാശമാക്കി എടുക്കാം. നമുക്കും മീതേ സ്വർഗത്തിലും താഴെ പോലും മറ്റൊരു ദൈവമില്ല.
ദൈവമില്ല, ചെങ്കലിനെ വായിക്കുന്ന മറ്റൊരു ദൈവമില്ല, അമോര്യ രാജാക്കന്മാരെ തോൽപ്പിക്കുന്ന മറ്റൊരു ദൈവമില്ല. നമുക്കും ആ കാര്യം ഏറ്റെടുക്കാം. നമ്മുടെ കുടുംബത്തിനകത്ത് ദുഷ്ടം കയറാതെ, നമ്മുടെ തോട്ടത്തിനകത്ത് ദുഷ്ടം കയറാതെ, നമ്മുടെ വീടിനകത്ത് ദുഷ്ടം കയറാതെ അത് പരിപാലിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാവരോടുള്ള നന്ദി, ദേവദാസനോടും കുടുംബത്തോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. സ്തോത്രം.